15 ഡേയ്സ് കോഡിംഗ് ചലഞ്ചിൻ്റെ ഡേ 4 എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ എന്താണ് പഠിച്ചത്? CSSൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതേപോലെ CSS എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, CSS എത്ര ടൈപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എലമെൻസിൻ്റെ പൊസിഷൻസ് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഏറ്റവും ടോപ്പിൽ നിർത്തുന്നത് എങ്ങനെ, ഏറ്റവും ഫൂട്ടറിൽ എങ്ങനെ നിർത്താം, അതായത് ഫിക്സ്ഡ് ആയിട്ട് എവിടെ നിർത്താം, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതേപോലെ എലമെൻറ്റ്സ് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്താം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ബോർഡറും ബോർഡർ റേഡിയസും ആണ്. അപ്പം ഞാൻ ഇവിടെ ഒരു ഡിവ് ചെയ്തതാണ്. ആ ഡിവിന് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് സ്റ്റൈൽ കൊടുക്കാം. ഡിവ് വിടുത്തൊരു 200 പിക്സൽ, W200 എന്ന് എഴുതി കഴിഞ്ഞാൽ വിടുത്ത് 200 പിക്സലിന് നമുക്ക് ഓട്ടോ സജഷൻ വരും. ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അതേപോലെ ഹൈറ്റും ഞാനൊരു 200 പിക്സൽ കൊടുത്തു. ഇനി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിവിൻ്റെ സ്റ്റൈൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഡിവിന് എന്ത് ചെയ്യണം, ഒരു ബോർഡർ കൊടുക്കണം. ബ്ലാക്ക് കളറിൽ ഒരു ബോർഡർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബോർഡർ. ബോർഡർ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ ബോർഡറിൻ്റെ എത്ര പിക്സലാണ് ഈ ബോർഡറിൻ്റെ വിഡ്ത്ത് എന്നുള്ളതാണ്. ഞാനൊരു 4 പിക്സൽ കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിൻ്റെ ടൈപ്പ്, അതായത് സോളിഡ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഡാഷ്ഡ് ആയിട്ടുള്ളതാണോ, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് സോളിഡ് കാണിച്ചു തരാം. സോളിഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് കളറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തു. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ബ്ലൂ കളറിൻ്റെ മുകളിലൂടെ ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഒരു ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോർഡർ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ സോളിഡ് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡാഷ്ഡ് ആക്കി. ഇപ്പോൾ നോക്കിയാൽ കാണാം എന്ത് വന്നിട്ടുണ്ട്, ബോർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം ബോർഡർ മതി എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കാം. ബോർഡർ ബോട്ടത്തിൽ മാത്രം മതി ബോർഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ബോർഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോർഡർ യൂസ് ചെയ്യാൻ പറ്റും. ഇതേ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടും ഉള്ളത്. ഔട്ട്ലൈൻ, ഈ ഔട്ട്ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ബോർഡർ കൊടുക്കുന്ന സമയത്ത് ബോട്ടത്തിൽ മാത്രമോ അല്ലെങ്കിൽ ടോപ്പിൽ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഔട്ട്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്ലൈൻ ബോട്ടം അല്ലെങ്കിൽ ഔട്ട്ലൈൻ ടോപ്പ്, ഔട്ട്ലൈൻ ലെഫ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. സെയിം പ്രോപ്പർട്ടി തന്നെയാണ് വരുന്നത്. ഔട്ട്ലൈൻ ആകുമ്പോൾ നമ്മുടെ ഡിവിൻ്റെ പുറത്ത് കൂടിയാണ് എന്ത് വരുന്നത്, ആ ഒരു ബോർഡർ മാർക്ക് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു, ബോർഡറും പഠിച്ചു, ബോർഡർ ബോട്ടം, ബോർഡർ ലെഫ്റ്റ്, അങ്ങനെയുള്ള എല്ലാം പഠിച്ചു. പിന്നെ അതേപോലെ നമ്മൾ ഔട്ട്ലൈനും നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബോർഡർ റേഡിയസ് ആണ്. ബോർഡർ റേഡിയസ് നമ്മൾ പിക്സലിലും പറഞ്ഞു കൊടുക്കാറുണ്ട്, പെർസെൻറ്റേജിലും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനിവിടെ 24 പിക്സൽ കൊടുത്തു. ഇപ്പം നമ്മുടെ എഡ്ജ് എന്തായിട്ടുണ്ട്, ഒരു കർവായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് പേഴ്സൻറ്റേജിലാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, പേഴ്സൻറ്റേജിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കർവായി. അതായത് പേഴ്സൻറ്റേജ് കൂടുന്തോറും ഇതെന്ത് ചെയ്യും, ഒരു കർവ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കിൾ രൂപത്തിലോട്ട് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കും. ഇപ്പോൾ 50% കൊടുത്തപ്പോഴേക്കും അതെന്ത് ചെയ്തു, ഒരു സർക്കിൾ രൂപത്തിലായിട്ട് വന്നു. നമ്മളിവിടെ പിക്സലാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, എഡ്ജ് കർവ് ചെയ്തിട്ട് ആ ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെയാണ് അത് നിൽക്കാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പിക്സലും പെർസെൻറ്റേജും തമ്മിൽ ഉള്ള വ്യത്യാസം, അതായത് ബോർഡർ റേഡിയസ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു, ബോർഡർ പഠിച്ചു, ഔട്ട്ലൈന് പഠിച്ചു, ബോർഡർ റേഡിയസും പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോവാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് ചൈൽഡും ഫസ്റ്റ് ചൈൽഡും ആണ്.
അതെന്താണെന്നുള്ളതെന്ന് നോക്കിയാലോ. ഞാൻ ഈ div ഒഴിവാക്കിയിട്ട് ഇവിടെ ഞാൻ അതിന് പകരം ഒരു UL എഴുതണം. ULൻ്റെ ഉള്ളിൽ ഞാനൊരു 5 LI എഴുതി. ഓക്കെ, ഇനി ഞാൻ ഇതൊക്കെ കളയാണ്. ഇനി ഞാൻ നമ്മുടെ LIക്ക് എന്ത് ചെയ്യണം, കുറച്ച് സ്റ്റൈൽ കൊടുക്കണം. ഫോണ്ട് സൈസ് 24 പിക്സൽ, ഫോണ്ട് വെയിറ്റ് 700, കളറ് ബ്ലൂ. ഓക്കെ, നമ്മുടെ ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഈ ഫസ്റ്റത്തെ ഐറ്റത്തിന് മാത്രം എന്ത് ചെയ്യണം, കളർ ചേഞ്ച് ചെയ്യണം. ഫസ്റ്റത്തെ ഐറ്റത്തിന് മാത്രം കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ LI കോളൻ ഫസ്റ്റ് ചൈൽഡ്, LI കോളൻ ഫസ്റ്റ് ചൈൽഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചൈൽഡ് വരും. ഫസ്റ്റ് ചൈൽഡ് ആരാണ്, ഫസ്റ്റത്തെ ഐറ്റം. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്യണം, കളറ് റെഡ് കൊടുത്തു. ഫസ്റ്റ് ചൈൽഡിന് റെഡ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ഫസ്റ്റത്തെ ഐറ്റം മാത്രം എന്ത് ചെയ്തു, കളറ് റെഡ് ആയിട്ട് തന്നു. ഇനി ഞാൻ ലാസ്റ്റത്തെ ഐറ്റത്തിന് LI ലാസ്റ്റ് ചൈൽഡിന് കളറ് ഞാൻ ബ്ലൂ വയലറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചൈൽഡും ലാസ്റ്റ് ചൈൽഡും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ വരുന്നുള്ള എല്ലാ ചൈൽഡിനും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫോർമാറ്റും കൂടിയുണ്ട്. nth ചൈൽഡ്, LI nth ചൈൽഡ്. LI nth ചൈൽഡ് എന്ന് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ എത്രാമത്തെ നമ്പറിലുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, 2 എന്ന് കൊടുത്തു. ഇനി രണ്ടാമത്തേനാണ് എനിക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലോ, കളർ അക്വമറൈൻ. ഓക്കെ, ഞാൻ ഈ കളർ കൊടുത്തു. ജസ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ ആ കളർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് മൂന്നാമത്തേതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് മൂന്നാമത്തേന് വന്നു. നാലാമത്തേനാണെന്നുണ്ടെങ്കിൽ 4 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, nth ചൈൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. nth ചൈൽഡിനകത്ത് നമുക്ക് ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കാം. ഫസ്റ്റ് ചൈൽഡും ലാസ്റ്റ് ചൈൽഡും യൂസ് ചെയ്യുന്നത് ഫസ്റ്റത്തെ എലമെൻറ്റിനും ലാസ്റ്റത്തെ എലമെൻറ്റിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. നമ്മളിപ്പോൾ പഠിച്ച പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. അത് നമ്മൾ ലൈവായിട്ടുള്ള വെബ്സൈറ്റുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എലമെൻറ്റിൻ്റെ പൊസിഷൻസിനെ കുറിച്ചാണ്. എലമെൻറ്റ്സിൻ്റെ പൊസിഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഒരു div എഴുതുന്നുണ്ട്. ആ divന് കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതാണ്. ഇവിടുത്തെ 200 പിക്സൽ, ഹൈറ്റ് 200 പിക്സൽ, കളറ് ബ്ലൂ. കളറല്ല, ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, അതിവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൊസിഷൻസ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, പൊസിഷൻ റിലേറ്റീവ് കൊടുത്തു. ഞാൻ പൊസിഷൻ റിലേറ്റീവ് കൊടുത്തു, ഒരു വ്യത്യാസം വരില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ടോപ്പ്. ഞാൻ ടോപ്പ് എന്ത് ചെയ്തു, 50 പിക്സലിന് കൊടുത്തു. ടോപ്പ് 50 പിക്സലിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മുകളിൽ നിന്ന് 50 പിക്സൽ താഴത്തോട്ട് മാറി നിൽക്കും. നമ്മളെ മാർജിൻ വരുന്ന പോലെ ഒന്നല്ല ഇത്. ആക്ച്വലി ഇതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യാണ്, ആക്ച്വലി ഇത് എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ നിന്ന് 50 പിക്സൽ താഴത്തോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ടോപ്പ് -50 പിക്സലിന് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇത് മുകളിലോട്ട് കയറിപ്പോയി. അതായത് ഒരു 50 പിക്സൽ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് ഓർഡറിൽ ഇതെന്ത് ചെയ്യും, കയറിപ്പോവും. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ബോട്ടം 50 പിക്സലിന് കൊടുത്തു കഴിഞ്ഞാലും
സെയിം എഫക്റ്റ് തന്നെയാണ് നടക്കുക. ടോപ്പ് -50 അതേപോലെ ബോട്ടം 50 കൊടുത്തു കഴിഞ്ഞാലും സെയിം എഫക്റ്റാണ് നടക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, ലെഫ്റ്റ് 100 പിക്സലിന് കൊടുത്തു. ഇപ്പം എന്ത് ചെയ്തു, ലെഫ്റ്റിൽ നിന്ന് 100 പിക്സൽ ഇതിൻ്റെ പൊസിഷൻ മാറി. അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ റിലേറ്റീവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എലമെൻറ്റിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് പൊസിഷൻ അബ്സല്യൂട്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ പൊസിഷൻ അബ്സല്യൂട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു സെക്ഷൻ എഴുതി. ആ സെക്ഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, നമ്മുടെ ഡിവിനെ കൊണ്ടുപോയിട്ട് ഇട്ടു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ആ സെക്ഷന് കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതാം. വിഡ്ത്ത് 500 പിക്സൽ, ഹൈറ്റ് 500 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കൊടുത്ത പൊസിഷനും ഇതൊക്കെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. ഇനി നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഇപ്പോൾ നമ്മുടെ 500 പിക്സൽ വിഡ്ത്തും ഹൈറ്റും ഉള്ള സെക്ഷൻ്റെ ഉള്ളിൽ 200 പിക്സൽ വിഡ്ത്തും ഹൈറ്റിലും നമ്മുടെ എന്തുണ്ട്, ഡിവ് ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനകത്ത് ഈ സെക്ഷൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. പൊസിഷൻ അബ്സല്യൂട്ട് എന്നുള്ള ഒരു വാല്യൂ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പാരൻറ്റിന്, അതായത് ഈ ഡിവ് നിൽക്കുന്നതിൻ്റെ മുകളിലുള്ള പാരൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ റിലേറ്റീവ് കൊടുത്തിരിക്കണം. പൊസിഷൻ റിലേറ്റീവ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, പാരൻറ്റിന് പൊസിഷൻ റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ചൈൽഡിന് പൊസിഷൻ അബ്സല്യൂട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ റൈറ്റ് 0 എന്ന് കൊടുത്തു. എന്താ സംഭവിച്ചത്, നമ്മുടെ ഈ എലമെൻ്റ് എന്ത് ചെയ്തു, റൈറ്റ് സൈഡിൽ വന്നു നിന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ബോട്ടം 0 എന്ന് കൊടുക്കാൻ പോവാണ്. ബോട്ടം 0. അപ്പോൾ അതെന്ത് ചെയ്തു, ബോട്ടത്തിൽ വന്നു. അതായത് നമുക്കൊരു സറൗണ്ടിങ്സിൻ്റെ ഉള്ളിൽ ഇതിനെ ഏത് പൊസിഷനിലോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പൊസിഷൻ അബ്സല്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ബോട്ടം 100 പിക്സൽ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യും, ബോട്ടത്തിൽ നിന്ന് ഒരു 100 പിക്സൽ മുകളിലോട്ട് കയറി നിൽക്കും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻറ്ററിക്കൊക്കെ അലൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അബ്സല്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരൻറ്റിന് എപ്പോഴും എന്ത് ചെയ്യുക, പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുക. അതായത് ഇത് ആരോട് റിലേറ്റ് ചെയ്തിട്ടാണോ നിൽക്കേണ്ടത് ആ ആൾക്ക് എന്ത് ചെയ്യുക, പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പൊസിഷൻ അബ്സല്യൂട്ടിൻ്റെ യൂസേജ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൊസിഷൻ ഫിക്സഡ് ആണ്. നമുക്കൊരു എലമെൻറ്റിനെ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്ത് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ ഈ സെക്ഷനൊക്കെ മാറ്റിയിട്ട് ഞാനൊരു ഹെഡർ എഴുതാണ്. അതേപോലെ അതിൻ്റെ താഴത്ത് എന്ത് എഴുതി, ഒരു സെക്ഷൻ എഴുതി. ഓക്കെ, ആ സെക്ഷൻ്റെ ഉള്ളിൽ ഞാനൊരു പാരഗ്രാഫ് എഴുതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഏറ്റവും ടോപ്പിലൊരു ഹെഡർ ഉണ്ട്, അതിൻ്റെ താഴത്തെ ഒരു സെക്ഷൻ ഉണ്ട്, ആ സെക്ഷൻ്റെ ഉള്ളിൽ ഒരു പി ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഹെഡറിന് സ്റ്റൈൽ കൊടുക്കുകയാണ്. ഹൈറ്റ് 100 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക്. ഓക്കെ, ഇനി അതേപോലെ സെക്ഷന് ഹൈറ്റ് 700 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് കളർ ഒക്കെ ഒന്ന്. ഓക്കെ, ഇനി ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെഡർ ഇവിടെ ഉണ്ട്, അതിൻ്റെ താഴത്തായിട്ട് നമ്മുടെ സെക്ഷൻ ഉണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, മൗസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഹെഡർ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെഡർ അവിടെ ഫിക്സ് ആയിട്ട് നിർത്തണം. ബാക്കിയുള്ള കണ്ടൻറ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, സ്ക്രോൾ ആയാൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പൊസിഷൻ ഫിക്സഡ്.
പൊസിഷൻ ഫിക്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്രോപ്പർട്ടിയും കൂടി കൊടുക്കാനുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു വിഡ്ത്ത് പറഞ്ഞു കൊടുക്കണം. പൊസിഷൻ ഫിക്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു വിഡ്ത്ത് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇവിടെ വിഡ്ത്ത് കൊടുക്കുന്നത് 100% ആണ്. 100% ആണ് വിഡ്ത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എഴുതിയ പാരഗ്രാഫൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നത് ടോപ്പിലാണ്. അതിനോട് മുകളിലോട്ട് അതിൻ്റെ താഴത്തോട്ട് എന്ത് ചെയ്യും, ബാക്കി കണ്ടൻറ്റുകൾ അറേഞ്ച് ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു മാർജിൻ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, അതിനെന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന മാർജിൻ ടോപ്പാണ് കൊടുക്കാൻ പോകുന്നത്. മാർജിൻ ടോപ്പ് നമ്മുടെ സെക്ഷൻ എന്ത് ചെയ്യണം, മാർജിൻ ടോപ്പ് ഒരു 100 പിക്സൽ കൊടുക്കും. ഓക്കെ. ഇനി നമ്മുടെ ഈ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പിലാണ് ഫിക്സ് ചെയ്ത് നിർത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ടോപ്പ് 0 എന്ന് കൊടുത്തു. അപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടോപ്പിൽ പോയിട്ട് ഫിക്സ് ആയി നിന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രോൾ ചെയ്യാൻ പറ്റും. മാർജിനൊക്കെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനു പറ്റും, ഇതൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് നിർത്താൻ പറ്റും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ പൊസിഷൻ ഫിക്സ്ഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, ബോട്ടത്തിൽ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ബോട്ടം 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബോട്ടത്തിൽ വന്നിട്ട് ഫിക്സ് ആയി നിൽക്കും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ബോട്ടത്തിലോ അല്ലെങ്കിൽ ടോപ്പിലോ അല്ലെങ്കിൽ ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ ഒരു എലമെൻറ്റിനെ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഫിക്സ്ഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വിഡ്ത്തും പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഇതാണ് പൊസിഷൻ ഫിക്സ്ഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ 3-4 ടൈപ്പ് പൊസിഷൻസ് പഠിച്ചു. ഇനിയും പൊസിഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് കിടക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എലമെൻറ്റുകളെ ഒരേ ലൈനിൽ നിർത്തണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ടെഗ്രാൻഡിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ടെഗ്രാൻഡിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ എന്തുണ്ട്, 4 ബട്ടൺസ് ഉണ്ട്. ഹോം, വാട്ട് വി ഡു, ക്ലയൻസ്, കണക്റ്റേഴ്സ്. ഇതൊക്കെ നമുക്ക് ഒരേ ലൈനിൽ നിർത്താൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ടെഗ്രാൻഡ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഈ മെനു ബാർ ഉണ്ട്. അതേപോലെ ഇവിടെ ഈ ഒരു കണ്ടന്റ് ഉണ്ട്, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ എലമെൻറ്റുകളെ ഒരേ ലൈനിൽ നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്റ്റൈലൊക്കെ ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഒരു സെക്ഷൻ എഴുതുകയാണ്. സെക്ഷൻ. ഈ സെക്ഷൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, 3 ഡിവ് എഴുതാൻ പോകുന്നു. ഓക്കെ. സെക്ഷൻ്റെ ഉള്ളിൽ 3 ഡിവ് എഴുതി. ഇനി സെക്ഷനും ഡിവിനും ഞാൻ കുറച്ച് പ്രോപ്പർട്ടി എഴുതാൻ പോകുന്നു. ഫസ്റ്റ് ഞാൻ സെക്ഷന് പ്രോപ്പർട്ടി ഒന്നും എഴുതുന്നില്ല, ഡിവിന് മാത്രം കുറച്ച് പ്രോപ്പർട്ടി എഴുതാണ്. വിഡ്ത്ത് 30%. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. ഒരു ഹൈറ്റും പറഞ്ഞു കൊടുക്കാം. ഹൈറ്റ് 100 പിക്സൽ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ 3 ഡിവ് ഉണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റത്തെ ഡിവ്, ഇത് 2ാമത്തെ ഡിവ്, ഇത് 3ാമത്തെ ഡിവ്. ഓക്കെ. എനിക്ക് വേണ്ടത് ഈ 3 ഡിവിന് ഒരേ ലൈനിൽ കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാരൻറ്റിന്, അതായത് ഈ ഡിവിൻ്റെ പാരൻ്റ് ആരാണ്, സെക്ഷൻ. അപ്പോൾ ഈ സെക്ഷന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഫ്ലെക്സ്. ഓക്കെ. ഇപ്പം എന്താ സംഭവിച്ചത്, ഇതെന്ത് ചെയ്തു, ഒരേ ലൈനിൽ നിന്നു. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്ത സമയത്ത് ഇതെന്ത് സംഭവിച്ചു, ഒരേ ലൈനിൽ നിന്നു. 30% വിഡ്ത്തിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു 10% ബാക്കി വരും.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ഡിവും കൂടി എഴുതി നോക്കാം. 1 2 ഓക്കെ, 2 ഡിവും കൂടി ഞാൻ എഴുതി, എക്സ്ട്രാ എഴുതി. ഇപ്പം എന്താ സംഭവിച്ചത്, ഇതൊക്കെ കൂടി ഒരു ലൈനിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5. അപ്പോൾ അങ്ങനെ 5 ഡിവും എന്ത് ചെയ്യാണ്, ഒരേ ലൈനിൽ നിൽക്കുകയാണ്. സാധാരണ എന്താ സംഭവിക്കേണ്ടത്, 30% വിഡ്ത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് 30% വിഡ്ത്താവുമ്പോൾ 90% കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അടുത്ത ലൈനിലോട്ട് വേണം വരാൻ. അങ്ങനെയല്ല സാധാരണ വരേണ്ടത്. പക്ഷേ ഇതെന്ത് ചെയ്തു, ഒക്കെ കൂടി ഒരു ലൈനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത വിഡ്ത്തൊന്നും ഇവർ എന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഫ്ലെക്സ് റാപ്പ്. ശ്രദ്ധിക്കണം, അതും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പാരൻറ്റിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഫ്ലെക്സ് റാപ്പ് ഞാൻ എന്ത് ചെയ്യാണ്, ഫ്ലെക്സ് റാപ്പ് എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ എലമെൻറ്റുകൾ എന്ത് ചെയ്യും, വിഡ്ത്ത് കറക്റ്റായിട്ട് അനുസരിക്കും. നമ്മൾ എത്ര വിഡ്ത്താണോ പറഞ്ഞു കൊടുത്തത് ആ ഒരു വിഡ്ത്തിൽ തന്നെ എന്ത് ചെയ്യും, അവർ നിൽക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഫ്ലെക്സ് റാപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടൻറ്റ്. അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എക്സ്ട്രാ എഴുതിയ 2 ഡിഫ് എന്ത് ചെയ്യുക, ഒഴിവാക്കി. ഇനി ജസ്റ്റിഫൈ കണ്ടൻറ്റ്. ജസ്റ്റിഫൈ കണ്ടൻറ്റിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വരുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ്. നമുക്ക് എല്ലാതും ഒന്ന് ജസ്റ്റ് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്റ്റാർട്ട് കൊടുത്തു. പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻസും ഇല്ല, കാരണം ഇത് ഡിഫോൾട്ടായിട്ട് നിൽക്കുന്നത് ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്റ്റാർട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റിഫൈ കണ്ടൻറ്റ് എൻഡ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ എലമെൻറ്റ്സ് ഒക്കെ കൂടി ജസ്റ്റിഫൈ കണ്ടൻറ്റ്, അതായത് എലമെൻറ്റ്സ് ഒക്കെ കൂടി എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലോട്ട് പോയി നിന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു എൻഡിലോട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ കണ്ടൻറ്റ്, ഈ മെനു ലിങ്കുകളൊക്കെ വന്നിട്ടുള്ളത് എന്താണ്, നമ്മുടെ റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഇവിടെയും എൻഡിലോട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റിഫൈ കണ്ടൻറ്റ് എൻഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എൻഡിലോട്ട് എലമെൻസിനെ അറേഞ്ച് ചെയ്ത് നിർത്താൻ പറ്റും. ഇനി ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുത്താലോ, അപ്പോൾ അതെന്ത് ചെയ്യും, സെൻറ്ററിലോട്ട് നീങ്ങി നിൽക്കും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ സ്പേസ് എടുത്തിട്ട് അതെന്ത് ചെയ്യും, സെൻറ്ററിലോട്ട് നീങ്ങി നിൽക്കും. ഇനി ഒരു 3 പ്രോപ്പർട്ടിയും കൂടി ജസ്റ്റിഫൈ കണ്ടൻറ്റിനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്പേസ് ബിറ്റ്വീൻ. ഈ സ്പേസ് ബിറ്റ്വീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലമെൻറ്റുകൾക്കിടയിൽ എന്ത് ചെയ്യും, ഒരു ഈക്വൽ സ്പേസ് വന്നിട്ട് അത് അറേഞ്ച് ചെയ്ത് നിൽക്കും. പക്ഷെ ആ സ്പേസ് എന്തുണ്ടാവില്ല, നമ്മുടെ സ്റ്റാർട്ടിങ്ങിലും ഉണ്ടാവില്ല, എൻഡിലും ഉണ്ടാവില്ല. അത് സെൻറ്ററിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ എറൗണ്ട്. ജസ്റ്റിഫൈ എറൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒരു സ്പേസ്, പിന്നെ രണ്ടാമത്തെ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സ്പേസ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്, ഇവിടെ ഒരൊറ്റ സ്പേസേ ഉള്ളൂ, ഇവിടെ എന്തുണ്ടാവും, 2 എലമെൻറ്റിൻ്റെ സൈഡിലുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റിഫൈ എറൗണ്ട് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ ഇവൻലി. ജസ്റ്റിഫൈ ഇവൻലി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഈക്വൽ സ്പേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്പേസ് കൂടുതൽ കാണാനുണ്ട്. അത് എന്തുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ അടുത്തൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പേസ് ഇവൻലിയുടെ യൂസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റിഫൈ കണ്ടൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാണ്, നമ്മുടെ എലമെൻറ്റിനെ വെർട്ടിക്കലി അലൈൻ ചെയ്ത് നിർത്താൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ കണ്ടൻറ്റിനെ ഹൊറിസോണ്ടലി എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ സെക്ഷന് ഒരു ഹൈറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ഹൈറ്റ് 500 പിക്സൽ തന്നെ കൊടുത്തു. ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുക്കുകയാണ്. ഞാൻ നമ്മുടെ അക്വാമറൈൻ കൊടുത്തു. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് എന്തുണ്ട്, ഏറ്റവും ടോപ്പിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്കിതിനെ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി ആണ് അലൈൻ ഐറ്റംസ്. അലൈൻ ഐറ്റംസിൻ്റെ ഫസ്റ്റ് വരുന്ന പ്രോപ്പർട്ടി സ്റ്റാർട്ട് തന്നെയാണ്. അത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിഫോൾട്ടായിട്ടും എന്താണ്, അത് സ്റ്റാർട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, എൻഡ് കൊടുത്തു. എൻഡ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ഹൈറ്റിൻ്റെ ഏറ്റവും എൻഡിൽ വന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റിഫൈ ആ ഐറ്റംസ് എന്ത് ചെയ്തു, അവിടെ വന്ന് നിന്നു. ഇനി സെൻറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ,
അത് സെൻറ്ററിൽ വന്ന് നിൽക്കും. അപ്പോൾ അലൈൻ ഐറ്റംസിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. അലൈൻ ഐറ്റംസ് എൻഡ് സെൻറ്റർ. ഓക്കെ, പിന്നെ അതേപോലെ ബേസ് ലൈൻ ഉണ്ട്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അലൈൻ ഐറ്റംസിനെ അതാത് പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു പ്രോപ്പർട്ടിയാണ് അലൈൻ സെൽഫ്. ഇത്രയും പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തത് ആർക്കാണ്? നമ്മുടെ പാരൻറ്റിനാണ്. ഇനി ചൈൽഡിന് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത് അലൈൻ സെൽഫ്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ മാത്രം ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അലൈൻ സെൽഫ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിവിലെ ഫസ്റ്റ് ചൈൽഡിനെ എടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചൈൽഡ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് ചൈൽഡിനെ എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, അതിന് പ്രോപ്പർട്ടി കൊടുക്കുകയാണ് അലൈൻ സെൽഫ് സ്റ്റാർട്ട്. ഞാൻ എന്ത് ചെയ്തു, അലൈൻ സെൽഫ് സ്റ്റാർട്ട് കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ ഫസ്റ്റത്തെ എലമെൻറ്റ് മാത്രം എന്ത് ചെയ്യും, സ്റ്റാർട്ടിൽ പോയി നിൽക്കും. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ എലമെൻറ്റിനെ ഏറ്റവും താഴത്ത് കൊണ്ടുവന്ന് നിർത്തണമെങ്കിലോ, അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഡിവ് nth ചൈൽഡ്, നമ്മൾ ഫസ്റ്റ് ചൈൽഡും ലാസ്റ്റ് ചൈൽഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ എലമെൻറ്റിനെയും വിളിക്കുക എങ്ങനെയാണ്, nth ചൈൽഡായിട്ടാണ്. ഞാൻ അതിനെന്ത് കൊടുക്കുകയാണ്, അലൈൻ സെൽഫ് എൻഡ് കൊടുക്കുക. ഇപ്പം എന്താ സംഭവിച്ചത്, അത് എൻഡിൽ പോയി നിന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അലൈൻ സെൽഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ഫ്ലക്സ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് എല്ലായിടത്തും, ഒരു വെബ്സൈറ്റിൽ എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫ്ലക്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ CSSൻ്റെ ഒട്ടുമിക്ക പ്രോപ്പർട്ടീസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ വെബ്സൈറ്റുകളും പ്രാക്ടീസുകളും ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, യൂസ് ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് നാളെ ഒരു പ്രാക്ടീസോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റുകൾ ചെയ്തു തുടങ്ങാം. നാളെ ഒരു പ്രാക്ടീസും ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒരു ടാസ്കും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നാളത്തെ പ്രാക്ടീസും ടാസ്കും ഒക്കെ ചെയ്ത് നോക്കാം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ചെയ്ത് നോക്കിയിട്ട് വേണം നാളത്തെ വീഡിയോയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.